അടിയന്തരാവസ്ഥക്കാലത്ത് അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ട റെയിൽവേ ജീവനക്കാരനാണ് ആർ ശരത്ചന്ദ്രബാബു. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടതും ചരിത്രമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യ ദിവസം തന്നെ ജോലി നഷ്ടപ്പെട്ട ആദ്യത്തെ റെയിൽവേ ജീവനക്കാരനാണ് ഈ ശരത്ചന്ദ്രബാബു. റെയിൽവേ ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായ ശരത്ചന്ദ്രബാബു പിന്നീട് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെയാണ് ജോലി തിരിച്ചെടുത്തത്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 50 കൊല്ലം പിന്നിടുമ്പോൾ ആ ഓർമ്മകൾ 24നോട് പങ്കുവയ്ക്കുകയാണ് ഈ 76-കാരൻ ശരത്ചന്ദ്രബാബു. The President has proclaimed emergency. This is nothing to panic about. ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ CPIM പേട്ട ബ്രാഞ്ച് സെക്രട്ടറിയും റെയിൽവേ താൽക്കാലിക ജീവനക്കാരുടെ ഇടതനുകൂല സംഘടനയുടെ നേതാവുമായിരുന്നു ശരത്ചന്ദ്രബാബു. പേട്ട മിനർവേ പ്രസിൽ വെച്ച് ശരത്ചന്ദ്രബാബു അടക്കം 10 ട്രേഡ് യൂണിയൻ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ ആദ്യ അറസ്റ്റായിരുന്നു അത്. അറസ്റ്റ് ചെയ്ത ആളുകളെ ആദ്യം കരുതൽ തടങ്കലിലാക്കുകയും പിന്നീട് തിരുവനന്തപുരം സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. ജയിലിൽ നിന്ന് 35ാമത്തെ ദിവസമാണ് ശരത്ചന്ദ്രബാബുവിനും കൂട്ടർക്കും ജാമ്യം ലഭിച്ചത്. ഉപാധികളോടുള്ള ജാമ്യത്തിൽ ആഴ്ചയിലൊരിക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നും ജില്ല വിട്ട് പോകരുതെന്നും നിബന്ധനയുണ്ടായിരുന്നു. ഇതോടെ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിലുണ്ടായിരുന്ന ജോലിയിൽ നിന്നും ശരത്ചന്ദ്രബാബുവിനെ അധികൃതർ പിരിച്ചുവിട്ടു. അടിയന്തരാവസ്ഥയിൽ ജയിലിൽ പോയിട്ട് വന്നാൽ പിന്നെ ജോലി കിട്ടുമോ? DIR ആണ്, ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ അനുസരിച്ച് പിന്നെ ദേശരക്ഷയ്ക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ ഇതാണ്. അപ്പോൾ ജോലി നഷ്ടമായി. അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്ത ഈ ഭരണം മാറാൻ നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു മാറ്റം വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാം. അല്ലാതെ നിങ്ങൾക്ക് ജോലി ഇപ്പോൾ ഈ ജോലിയല്ല മറ്റൊരു ജോലിയും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മളെ പറഞ്ഞയച്ചു. ജോലി നഷ്ടപ്പെട്ടതോടെ കുടുംബത്തിലേക്കുള്ള വരുമാന മാർഗം നിലച്ചു. സാമ്പത്തികമായ പരാധീനതകൾക്കിടയിലും സജീവ പൊതുപ്രവർത്തനം തുടർന്നു. അന്ന് പക്ഷാഘാതം സംഭവിച്ച് ചികിത്സയിലായിരുന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം AKGയെ 11 മാസത്തോളം പരിചരിക്കാനായതും ശരത്ചന്ദ്രബാബു ഓർക്കുന്നു. സമരം നടത്തിയും കോടതി വഴി നിയമ പോരാട്ടത്തിലൂടെയും ഒടുവിൽ 2 വർഷങ്ങൾക്ക് ശേഷം റെയിൽവേയിലെ ജോലി ശരത്ചന്ദ്രബാബുവിന് തിരികെ കിട്ടി. അപ്പോൾ ജോലി തിരിച്ചു കിട്ടി. അത് പഴയ സർവീസൊക്കെ തരണം എന്നാണ് അത് ഈ പറഞ്ഞിരുന്നത്. അതൊന്നും കാഷ്വലായതുകൊണ്ട് തരത്തില്ല. പിന്നെ ഞാൻ കേസൊക്കെ കൊടുത്തത് വാങ്ങി. വരുമാനത്തിൽ അധികവും ചെലവാക്കിയത് പൊതുപ്രവർത്തന രംഗത്തായതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്വന്തമായി വീടില്ല. ജോലിയിൽ നിന്ന് വിരമിച്ചെങ്കിലും തലസ്ഥാനത്തെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഇപ്പോഴും സജീവമാണ് ശരത്ചന്ദ്രബാബു. 24 തിരുവനന്തപുരം.